പ്രൈസ് ദി ലോർഡ്. പ്രീശർ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. പ്രത്യേകാൽ ആമേൻ. ഇന്ന് ശനിയാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അവസരമൊരുക്കി. ഇന്ന് രാത്രിയിലും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ കരം ശക്തമായി ഇന്ന് രാത്രിയിൽ ഇടപെടുവാൻ, ഇന്ന് രാത്രിയിലും അതിവേഗത്തിലുടന്ന വചനത്തിൻ്റെ കരം, അതേ വചനത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിലും ഇറങ്ങി വന്ന് അത്ഭുത വിടുതലുകളെ ചെയ്യുവാൻ, അത്ഭുത സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ, കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലെയും നമ്മുടെ പ്രാർത്ഥനകളിൽ വെളിപ്പെട്ട് വന്ന സാക്ഷ്യങ്ങൾ, കഴിഞ്ഞ ഓരോ ഉപവാസ പ്രാർത്ഥനകളിലും അമേൻ, ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് പ്രാർത്ഥിച്ചവരുടെ മേൽ അമേൻ, അല്ലാതെ അമേൻ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് അവരവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചവർ അമേൻ, അവരുടെ വിഷയങ്ങൾക്കൊക്കെ കർത്താവ് മറുപടി നൽകി അമേൻ. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നാൽ സ്വർഗത്തിലധികം അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് രാത്രിയിലും പ്രത്യേകമായിട്ടുള്ള അറിയിപ്പുള്ളത്, നമ്മുടെ ഈ മാസത്തെ ഫാസ്റ്റിംഗ് പ്രെയർ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഈ ഉപവാസ പ്രാർത്ഥന അനുഗ്രഹത്തിനും ദൈവപ്രവൃത്തിക്കും വിടുതലിനും കാരണമാക്കി കർത്താവ് തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു. അമേൻ, തനിക്കൊരു ജോലി വേണം, വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തായിരിക്കുന്നു. അമേൻ, 2 പേരിൽ അവൻ ആശ്രയിച്ചു, 2 വഴികളും അടഞ്ഞുപോയി, ചതിക്കപ്പെട്ടു, ചതിക്കുഴികളിലായിപ്പോയി, ഇനി മരണം മാത്രമേ ഉള്ളൂ. അവൻ അടുത്ത് അവൻ കൊടുത്ത ഏജൻറ്റിൽ നിന്നും പണം അവൻ നഷ്ടപ്പെട്ടു പോകുമോ, അവൻ എൻ്റെ ജീവിതം അവസാനിച്ചു പോകുമോ, അങ്ങനെ നീറുന്ന ഹൃദയത്തോടെ ഭാരത്തോടെ വേദനയോടുകൂടെ ആ സഹോദരി ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച് തൻ്റെ വിസ കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ അമേൻ, പ്രാർത്ഥനയുടെ ഫലമായി വിസ കടന്നു വന്നു. അതിനുശേഷം മെഡിക്കൽ ഫിറ്റ് ആകുവാൻ കഴിയാതെ വണ്ണം ഒത്തിരി തടസ്സങ്ങൾ തൻ്റെ ജീവിതത്തിൽ നേരിടുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ആ സഹോദരി ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്തു കരയുവാനും തുടങ്ങി. പ്രിയ ദൈവമക്കളെ, അത്ഭുതമെന്ന് പറയട്ടെ. അമേൻ, ദൈവപ്രവൃത്തി കർത്താവ് ചെയ്തു. കർത്താവ് ആ മെഡിക്കലിനെ ഫിറ്റാക്കുവാനിടയായി. ദൈവ കൃപയാൽ ആമേൻ, അടുത്തയാഴ്ചയിൽ താൻ ആമേൻ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്ക് കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ആമേൻ കേൾക്കുവാനിടയായി. ആമേൻ, ലോകം പറയും ആമേൻ, നിനക്കത് കിട്ടത്തില്ല, നിനക്ക് പറ്റത്തില്ല, നിനക്കതിൻ്റെ കഴിവില്ല, നിനക്കതിനുള്ള പ്രാപ്തിയില്ലെന്ന് ആമേൻ ലോകം പറയും. പക്ഷേ ആമേൻ, ഞാൻ പറയട്ടെ, ദൈവവചനം പറയുന്നു, മനുഷ്യർക്ക് സാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. അതേ, മനുഷ്യർക്ക് അസാധ്യം, ദൈവത്തിന് സകലതും സാധ്യം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആമേൻ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് രോഗികളായി കരയുന്നവർ, രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗത്തിലുള്ള വചനത്തിൻ്റെ കരം ചില രോഗികളുടെ അമൻ ശരീരങ്ങൾക്കകത്ത് കർത്താവ് വെളിപ്പെടുവാൻ പോകുക. അമൻ, ചില രോഗാതുരമായ നാഡീ നരമ്പുകൾ സൗഖ്യം പ്രാപിക്കുവാൻ പോകുക. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രിയിലും പ്രാർത്ഥിച്ചാട്ടെ, ഇന്ന് രാത്രിയിലും പ്രാർത്ഥിച്ചാട്ടെ. ജൂഡാബന ശംധാർഘാലകസി അന്തർ പ്രൗഢവന ദീപലഘടകസി. ഇന്ന് രാത്രിയിലും രോഗികളുടെ മേൽ അസാധാരണമായ വിടുതൽ. രോഗികളായിരിക്കുന്നവർ വിശ്വാസത്തോടെ നിങ്ങൾക്ക് കരം വെച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിലും ആത്മാർത്ഥതയോടെ കർത്താവെ എന്നെ തൊടണമേ, ബർത്തിമായി വിളിച്ചതുപോലെ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, അങ്ങനെയുള്ളൊരു വിശ്വാസം അവൻ നിലവിളിക്കുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രി ചില രോഗികൾ സൗഖ്യമാക്കപ്പെടുവാൻ പോകുന്നു യേശുവിൻ നാമത്തിൽ. പരിസരം മറന്ന് അതിയായ ആഗ്രഹത്തോടു കൂടെ നിലവിളിക്കുവാൻ തയ്യാറാണോ? കരയുവാൻ തയ്യാറാണോ? ഇന്ന് രാത്രിയിലും നിന്നെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം രോഗാതുരമായ നാഡീ നരമ്പുകളെ മാറ്റി അവൻ ചത്ത ശവം പോലെയായിരിക്കുന്ന നിർജീവമായി പോയ ചില ശരീരങ്ങളെ എൻ്റെ കർത്താവ് പുനർജീവൻ നൽകുവാൻ പോകുക. ജൂഡമനഘടകസി അന്തർ പ്രൗഢവന അധാരഘടക ശബ്ദന രകൽ പ്രൗഢവന പ്രതീക്ഷയറ്റുപോയ ചില ശരീരങ്ങൾക്കകത്ത് ആമേൻ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ. ദ്രവിച്ചുപോയ ചില ശരീരങ്ങളെ കർത്താവ് പുതിയ മാംസങ്ങളെ വെച്ചുപിടിപ്പിച്ച, പുതിയ അസ്ഥികളെ, പുതിയ ഞരമ്പുകളെ വെച്ചുപിടിപ്പിച്ചു. ചിലരുടെ ശരീരങ്ങളെ നടക്കുവാൻ കഴിയാതെ വണ്ണം ആമൻ ബെഡിൽ കിടക്കുന്നവർ, അവൻ എഴുന്നേൽക്കുവാൻ കഴിയാതെ വണ്ണം വീൽ ചെയറിലായിപ്പോയവർ, സംസാരിക്കുവാൻ കഴിയാതെ വണ്ണം സംസാരശേഷി നഷ്ടപ്പെട്ടവർ, കേൾക്കുവാൻ കഴിയാതെ വണ്ണം കേൾവി ശക്തി നഷ്ടപ്പെട്ടവർ ഇന്ന് രാത്രിയിലും ജൂഡാമന റഖല ഷെഖനെ റീമാനക ശംദരാദകൽ കടകസി അങ്ങയുടെ വചനം ഇന്ന് രാത്രി വിടുതലായി ചലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. തലവേദന ഇപ്പോഴും അവൻ വല്ലാണ്ട് തലപ്പെരിപ്പിൻ്റെ അസ്വസ്ഥ
അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ, BP-കൾ കൺട്രോൾ ആകുന്നില്ല, ആമേൻ, ആ മൈഗ്രെയിൻ്റെ ബുദ്ധിമുട്ടാൽ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ തന്നെ ചില ശരീരങ്ങൾക്കകത്തു നിന്ന് ചില രോഗാത്മാവിൻ്റെ ശക്തികൾ ഇളകി മാറട്ടെ. സൗഖ്യം സംഭവിക്കട്ടെ. റമന ഷെഖേനെ റീഖോലക ശംദന രഗൽ പ്രൗഢവന അന്തലഘടകം ദുരബൽ പ്രൗഢവന. സൗഖ്യത്തിൻ്റെ കരം ചലിക്കട്ടെ, സൗഖ്യത്തിൻ്റെ കരം ചലിക്കട്ടെ, വിടുതലിൻ്റെ കരം ചലിക്കട്ടെ. ഇന്ന് രാത്രി രോഗികളുടെ മേൽ അസാധാരണമായ വിടുതലിൻ്റെ സാന്നിധ്യം അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി വിടുതലിൻ്റെ കരം ചലിക്കട്ടെ. അവൻ ഷുഗറുകൾ കൺട്രോൾ ആകട്ടെ, BP കൺട്രോൾ ആകട്ടെ, കൊളസ്ട്രോളുകൾ കൺട്രോൾ ആകട്ടെ, തൈറോയ്ഡ് നോർമൽ ആകട്ടെ, അവൻ തലവേദനകൾ മാറിപ്പോകട്ടെ, അവൻ ബാക്ക് പെയിനുകൾ, അസഹനീയമായ നടുവേദന, തൂക്കുവാൻ കഴിയുന്നില്ല, ജോലികളൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, നീറുന്ന വേദനയോടെ നിൽക്കുവാനോ ഇരിക്കുവാനോ കഴിയാതവണ്ണം, യാത്ര ചെയ്യുവാനോ കഴിയാതവണ്ണം വല്ലാണ്ട് ഭാരപ്പെടുന്ന ആർത്രൈറ്റീസുകൾ, വാദസംബന്ധമായ രോഗങ്ങൾ, സോറിയാസിസുകൾ, അൾസറുകൾ, പൈൽസുകൾ, ഹിസ്റ്റുലകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. ബ്ലീഡിങ്ങുകൾ, യൂട്രസിനകത്തുള്ള മുഴകൾ, യേശുവിൻ്റെ നാമത്തിൽ ചില ട്യൂമറുകൾ, ക്യാൻസറുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. PCOD-കൾ മാറിപ്പോകട്ടെ. ജൂഡമനഗസിയ, വൈഡൽ പ്രൗഢ, വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലംസ് ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിനകത്ത് നിന്നെ രോഗമിട്ട് ആരെയോ ചേർന്നും കെട്ടി വലിക്കുന്നത് പോലെ നിന്റെ ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന രോഗാത്മാവിന്റെ മണ്ഡലം ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. സൗഖ്യത്തിന് കരം വെളിപ്പെടണമേ. ജൂഡാബാന റഖാല ഷെഖേനെ റീബലക ശംദന രഗൽ പ്രൗഢവന അധരക ജനഘടക ശംദ പ്രൗഢവന. ഇന്ന് രാത്രി സൗഖ്യം സംഭവിക്കട്ടെ. ഇന്ന് രാത്രി സൗഖ്യം സംഭവിക്കട്ടെ. ഒടിഞ്ഞ അസ്ഥികൾ, ആക്സിഡന്റിൽ അമൻ വീൽ ചെയറിലായി പോയവർ, സ്ട്രോക്ക് വന്ന് വീൽ ചെയറിലായി പോയവർ, അമൻ അമൻ ഹാലലൂയ, പാരലൈസ്ഡ് ആയി പോയവർ, അമൻ അമൻ കിഡ്നി ഫെയിലിയർ ആയവർ, ഹാർട്ട് ഡിസീസുകൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. ഉദര സംബന്ധമായ വ്യാപരിക്കുന്ന രോഗങ്ങൾ, കല്ലുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സ്കിൻ അലർജികൾ, അവൻ ശ്വാസം മുട്ടലുകൾ, അവൻ ഭക്ഷണത്തിന്റെ അലർജികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിവിധ തരത്തിൽ രോഗം അനുഭവിക്കുന്നവർ, ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഉറങ്ങുവാൻ കഴിയാത്തവരെ കർത്താവ് സൗഖ്യമാക്കണമേ. വിവിധ തരത്തിൽ രോഗം അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടിരിക്കുന്നു, സ്ക്രീൻ തമ്മിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണ്. നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന ആവശ്യം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടിടുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ ലൈവിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സഭാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.